ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ 100-350യുടെ റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി ഒരു വർഷത്തിൻ്റെ അടുത്തോളം ഞാൻ ഉപയോഗിച്ച വണ്ടിയാണ്. എന്നിട്ടാണ് ഞാൻ ഈ വണ്ടിയുടെ റിവ്യൂ പറയുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നാൽ ഇത് ലോങ് റൈഡിന് പറ്റിയ ബൈക്കാണോ, അതുപോലെ തന്നെ സിറ്റി റൈഡിന് എങ്ങനെയാണ്, അതുപോലെ ഡെയിലി യൂസേഴ്സിന് പറ്റുമോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു വണ്ടീനെ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, നമ്മൾ ഓടിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാം. കാരണം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പേഴ്സണലായിട്ട് റിവ്യൂ ആണ് അധികം ഇതിലുണ്ടാകുക. ജസ്റ്റ് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും. വണ്ടറിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ലുക്കും അതുപോലെ ഇതിൻ്റെ ഒരു സൗണ്ടുമാണ്. ഞാൻ സൗണ്ട് ജസ്റ്റ് കേൾപ്പിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൗണ്ടാണ് ഇതിന്. ഇതാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ റിവ്യൂ ചെയ്യാൻ അത്ര ലേറ്റ് ആയത് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു വർഷം ആയിന് ഏകദേശം. അപ്പോൾ വണ്ടി ഞാൻ ഓടിച്ചിട്ട് എനിക്ക് പേഴ്സണലായിട്ട് എന്തൊക്കെ കിട്ടീന് അതും ഈ വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നതാണ്. കാരണം എനിക്ക് എന്തൊക്കെ വിഷയം പണി കിട്ടീന്, എന്തൊക്കെ കംപ്ലൈൻറ്റ് കിട്ടീന്, അതുപോലെ വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട്, എൻ്റെ പേഴ്സണലായിട്ടുള്ള എന്തായാലും ഒരു റിവ്യൂ ഉണ്ടോ. കാരണം ഒരു വർഷത്തിൻ്റെ അടുത്ത് ഞാൻ ഈ ഒരു വണ്ടി ഒറ്റയ്ക്ക് ഉപയോഗിച്ച ഒരാളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് അങ്ങനത്തെ ഒരു അഭിപ്രായം എന്തായാലും ഉണ്ടാവും. എൻജിൻ വരുന്നത് 349 cc ജെ സീരീസ് എൻജിനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ ഭയങ്കര സ്മൂത്താണ്. അതുപോലെ തന്നെ വൈബ്രേഷനും കാര്യങ്ങളും കുറവാണ്. ഈ ഒരു മിററും കാര്യങ്ങളൊക്കെ കണ്ടറിയാം. ഞാൻ ജസ്റ്റ് ഹൈ സ്പീഡിൽ ഓടിച്ചു നോക്കാം. വൈബ്രേഷൻ വളരെ കുറവാണ്. മൈലേജ് സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 30-35, അതുപോലെ തന്നെ ഹൈവേ ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 35-40 വരെ വണ്ടി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ റൈഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഉണ്ടാവും വണ്ടീൻ്റെ മൈലേജിന് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ചിലപ്പോൾ 32, അതുപോലെ 35 കിട്ടുന്ന പോലെ ഉണ്ടാവും. ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടുന്ന പോലൊക്കെ ഉണ്ടാവും. റൈഡിങ്ങിനനുസരിച്ച് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് ഷോർട്ടായിട്ടുള്ള ആൾക്കാർക്ക് വരെ ഈ വണ്ടി സുഖമായിട്ട് ഓടിക്കാം. കുറേ ഗേൾസ് എടുത്ത് വരുന്നുണ്ട് ഈ വണ്ടി. ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കാലെത്തുന്നതുകൊണ്ടാണ് ഈ ഒരു ബൈക്ക് അവർ ചൂസ് ചെയ്യുന്നത്. ഈ ലോങ് റൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ സീറ്റ് കുറച്ച് മോശമാണ്. സീറ്റ് മോശം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹാർഡ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പില്ലണി ഇരിക്കുമ്പോഴും അത്ര കംഫർട്ടല്ല. നോർമലായിട്ട് ഈ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്ന 2-3 പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പറഞ്ഞാൽ ഈ ലോങ് ഓടിക്കുമ്പം ഈ ഒരു സീറ്റിൻ്റെ പ്രോബ്ലം. പിന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ ലോങ് ഓടിക്കുമ്പോൾ അത്യാവശ്യം വണ്ടി ഹീറ്റിംഗ് ഉണ്ട്. നമുക്ക് അത്ര ഓടിക്കുമ്പോൾ അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ എവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹീറ്റിംഗ് ഉണ്ട് വണ്ടിക്ക്. ഈ ഒരു 2-3 പ്രശ്നങ്ങളെ കാണുള്ളൂ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്ക്. ഇനി ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഒരു വർഷത്തിൻ്റെ അടുത്ത് ഞാനിത് ഓടിച്ചിട്ട് എനിക്ക് കിട്ടിയ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഞാൻ പറയാം. ഞാനിത് എടുക്കാൻ കാരണം പറഞ്ഞാൽ ഈ വണ്ടീൻ്റെ ലുക്കും, അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബൈക്കാണ്. അതുപോലെ തന്നെ വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓക്കെയാണ്. എനിക്ക് 2 പ്രാവശ്യം ഒരു കംപ്ലൈൻറ്റ് കിട്ടിയത് എന്താ വെച്ചാൽ ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി കംപ്ലൈൻ്റ് ആയി. എങ്ങനെ വെച്ചാൽ സംഭവമൊന്നുമില്ല, ഓട്ടോമാറ്റിക് കംപ്ലൈൻ്റ് ആണ്. എന്താണ് സംഭവം എന്നുള്ളത് ചോദിച്ചിട്ട് എന്തോ സെൻസർ ഇഷ്യൂ ആണെന്നുള്ള അന്നോല് പറഞ്ഞിന്. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് എനിക്ക് 2 പ്രാവശ്യം കിട്ടി. അപ്പോൾ ഇനി വരുമെന്ന് ചോദിച്ചപ്പോൾ അത് വരുമോ എന്നുള്ള അറിയില്ല, എന്തോ ഒരു സെൻസർ ഇഷ്യൂ ആണ്, അതുപോലെ റെഡി ആക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം വണ്ടി എടുക്കുന്ന ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയേക്കാണെങ്കിൽ ഇതിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി എടുക്കാനുള്ളവർ അതൊന്ന് നോക്കുക. കാരണം ഓല് റെഡി ആക്കേണ്ടതെന്ന് പറഞ്ഞത് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇത് 2025 മോഡലാണ്. അപ്പോൾ 26 ഇറങ്ങിയ മോഡലിനൊന്നും ആ ഒരു കംപ്ലൈൻറ്റ് വരുന്നില്ലെന്ന് പറഞ്ഞ്. കാരണം അത് റെഡി ആക്കിയിട്ടാണ് പോലെ ഇറക്കണതാണ്. അപ്പോൾ ഇനി എടുക്കണോല് അത് പേടിക്കേണ്ട ആവശ്യമില്ല, അത് ക്ലിയർ ആക്കിയിട്ടുണ്ടാവും എന്നുള്ള നമ്മൾ വിശ്വസിക്കുന്നത്. എനിക്ക് നല്ലൊരു കംപ്ലൈൻറ്റ് ഉള്ള ആ ഒരു കംപ്ലൈൻറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. വേറൊരു കംപ്ലൈൻറ്റ് കിട്ടില്ല. വേറെ വണ്ടി പെർഫെക്റ്റ് ഓക്കെയാണ്. ഡെയിലി യൂസേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ വീക്കെൻഡ് റൈഡുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ബൈക്ക് യൂസ് ചെയ്യുക. ഞാനൊക്കെ അങ്ങനെയാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാൻ കാരണം. ഈ ഒരു ബൈക്ക് ആർക്കൊക്കെ എടുക്കാമെന്ന് ചോദിച്ചാൽ റോയൽ എൻഫീൽഡ് ഒരു നല്ല ലുക്കുള്ളൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ ഒരു ബൈക്ക് എന്തായാലും എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സിറ്റി റൈഡ്, അതുപോലെ തന്നെ വീക്കെൻഡ് റൈഡുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബൈക്കാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അടുത്ത ഏത് ബൈക്കാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ അടുത്ത ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ട് വരാം.